ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നൊരു വാർത്തയാണ് എറണാകുളം തേവര പള്ളിയിൽ കുർബാന സ്വീകരണത്തിനിടെ തിരുവോസ്തി മോഷ്ടിക്കാൻ ഒരു യുവാവ് ശ്രമം നടത്തിയെന്നത്. വൈദികൻ നിന്നും തിരുവോസ്തി സ്വീകരിച്ച അയാൾ അത് കഴിക്കാതെ വായിൽ നിന്നും എടുത്ത് കയ്യിൽ വെച്ച് പോവുകയായിരുന്നു. എന്നാൽ ഇത് കണ്ട വൈദികൻ അയാളെ തിരിച്ച് അടുത്തേക്ക് വിളിച്ചുകൊണ്ട് ആ തിരുവോസ്തി തിരികെ വാങ്ങുകയായിരുന്നു. തിരുവോസ്തി മോഷ്ടിക്കുന്ന കഥകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ളതാണ്. സാത്താൻ സേവയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ആശീർവദിക്കപ്പെട്ട തിരുവോസ്തികൾ മോഷ്ടിക്കുന്നത്. ഇപ്പോൾ കൊച്ചിയിലും സാത്താൻ ആരാധകർ സജീവമാണോ എന്നൊരു ചോദ്യമാണ് ഈ മോഷണ ശ്രമത്തോടൊപ്പം ഉയർന്നു വരുന്നത്. സാത്താൻ സേവകർ നടത്തുന്ന ഒന്നാണ് കറുത്ത കുർബാന. കറുത്ത കുർബാനയുടെ വരവ് ഫ്രാൻസിൽ നിന്നാണ്. 1500 ഫ്രാൻസിലെ രാജ്ഞി ആദ്യത്തെ കറുത്ത കുർബാന അർപ്പിച്ചതായിട്ടാണ് ചരിത്രം. 1600 കാതറിൻ ബോൺവോയ്സിൻ ഗീബോർഗ് എന്നിവർ ഫ്രാൻസിലെ രാജാവിന് വേണ്ടി കറുത്ത കുർബാന അർപ്പിച്ചിട്ടുണ്ട്. ലത്തീൻ കത്തോലിക്കരുടെ ആരാധനാക്രമങ്ങൾ അനുസരിച്ച് തന്നെയായിരുന്നു ഇവർ കറുത്ത കുർബാന അർപ്പിച്ചത്. ഫ്രാൻസിലെ രാജാവായിരുന്ന ലൂയിസ് 14 ഭാര്യയെ ബലിപീഠത്തിൽ നഗ്നയായി കിടത്തി അവരുടെ വയറിൽ കാസയും വിരിച്ചു പിടിച്ച കൈകളിൽ 2 കറുത്ത മെഴുകുതിരികളും വെച്ചാണ് കറുത്ത കുർബാന അരങ്ങേറിയത്. ഈ കറുത്ത കുർബാന അനുകരിച്ചുകൊണ്ടാണ് ഇന്ന് നടക്കുന്ന എല്ലാ കറുത്ത കുർബാനകളും രൂപം കൊണ്ടത്. അന്നു മുതൽക്കേ സാത്താന്റെ കൂട്ടാളികളാണെന്ന് അറിയപ്പെട്ടിരുന്നവർ തിരുവോസ്തി മോഷ്ടിച്ചിരുന്നതായും അവ ഈ കറുത്ത കുർബാനയിൽ ഉപയോഗിച്ചിരുന്നതായും ചില ഗ്രന്ഥങ്ങളിൽ കാണാം. അന്നൊക്കെ ഇത്തരം മോഷണങ്ങൾക്ക് ചില വൈദികരും കൂട്ടുനിന്നിരുന്നതായി പറയപ്പെടും. മധ്യകാലഘട്ടത്തിൽ ശത്രുക്കളുടെ നാശത്തിനു വേണ്ടി വിശ്വാസികളും ഇത്തരത്തിലെ കറുത്ത കുർബാന അർപ്പിച്ചിരുന്നു. ക്രൈസ്തവ സഭയിലെ കുർബാന എന്ന ആചാരത്തെ അനുകരിച്ചുകൊണ്ട് ദൈവത്തെയും ക്രിസ്തുമതത്തെയും നിന്ദിക്കുന്ന രീതിയിൽ സാബാത്ത് ദിവസത്തിൽ അനുഷ്ഠിക്കുന്ന ഒരു ആചാരമായി അത് ഇന്നും തുടരുകയാണ്. സാത്താൻ ആരാധനയാണ് കറുത്ത കുർബാനയുടെ പ്രധാന ഉദ്ദേശം. ലൈംഗിക വീഴ്ചകൾ അടക്കമുള്ള നിന്ദ്യമായ മുറകളിലൂടെ വിശുദ്ധ കുർബാനയെ അപമാനിക്കുന്ന രീതിയിലാണ് കറുത്ത കുർബാന നടത്തപ്പെടുന്നത്. നഗ്നമായ ശരീരത്തിൽ കറുത്തതോ കട്ടപിടിച്ച രക്തത്തിന്റെ നിറത്തിലോ ഉള്ള പുരോഹിത വസ്ത്രം ധരിച്ച ആളായിരിക്കും കറുത്ത കുർബാന അർപ്പിക്കുന്നത്. ബലിപീഠത്തിൽ പൂർണ്ണ നഗ്നയായ സ്ത്രീയോ പന്നിയോ ആടോ കരടിയോ ഉണ്ടായിരിക്കും. ആർത്തവ രക്തവും ബീജവും കലർത്തിയ തിരുവോസ്തി കത്തിക്കുകയോ എറിഞ്ഞ് കളയുകയോ ചെയ്യും. അതുപോലെ ആശീർവദിച്ച് വീഞ്ഞ് തറയിൽ ഒഴിച്ച് കളയുകയും ചെയ്യാറുണ്ട്. വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന വീഞ്ഞിന് പകരം കറുത്ത കുർബാനയിൽ തലയോട്ടിയിൽ നിറച്ച മൂത്രമോ രക്തമോ ആയിരിക്കും ഉപയോഗിക്കുക. മനുഷ്യക്കൊഴുപ്പിൽ ഉണ്ടാക്കിയെടുത്ത കറുത്ത മെഴുകുതിരി, കുറുക്കന്റെ തൊലിയിലോ മനുഷ്യന്റെ പോലും തൊലിയിലോ പൊതിഞ്ഞ ബൈബിൾ എന്നിവയും കറുത്ത കുർബാനയിൽ ഉപയോഗിക്കാറുണ്ടായിരുന്നു. ക്രിസ്തുവിന്റെ അടയാളമായ കുരിശിനെ നിന്ദിക്കുന്നതിനായി കാലിന്റെ അടിഭാഗത്ത്, അതായത് കാൽവെള്ളയിലാണ് അവർ കുരിശ് പച്ചകുത്തുന്നത്. വിശുദ്ധ വസ്തുക്കളെയും കുരിശിനെയും തുപ്പുക, ചവിട്ടുക തുടങ്ങിയവയും കറുത്ത കുർബാനയുടെ ഭാഗമാണ്. കറുത്ത കുർബാന മദ്യപാനത്തിനും മദിരാശിയിലുമാകും അവസാനിക്കുക. ഇതിൽ പച്ച മാംസവും മറ്റും ഉപയോഗിക്കാറുണ്ടെന്നും കേട്ടിട്ടുണ്ട്. സാത്താനെ വാഴ്ത്തിക്കൊണ്ടാണ് എല്ലാ കറുത്ത കുർബാനകളും അവസാനിക്കുന്നത്. ഇപ്പോഴും പല സ്ഥലങ്ങളിലും തിരുവോസ്തി അന്യമതസ്ഥരെ കൊണ്ട് സ്വീകരിപ്പിക്കാറുണ്ട്. വിശുദ്ധ കുർബാനയെ അപമാനിച്ചാൽ സമ്പത്ത് വർദ്ധിക്കുമെന്നും അഭിവൃദ്ധി ഉണ്ടാകുമെന്നും സാത്താൻ ആരാധനാ സംഘം ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് അന്യ മതക്കാരെ കൊണ്ട് തിരുവോസ്തി സ്വീകരിപ്പിക്കുന്നത്. കറുത്ത കുർബാന എന്ന പേരിൽ അറിയപ്പെടുന്ന സാത്താൻ ആരാധനയെക്കുറിച്ച് ഏറെ ചർച്ചകളും പഠനങ്ങളും നടക്കുന്നുണ്ടെങ്കിലും കറുത്ത കുർബാനയെ കൃത്യമായി നിർവചിക്കാനോ അല്ലെങ്കിൽ വ്യാഖ്യാനിക്കാനോ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഈ സാത്താൻ ആരാധനയ്ക്ക് ഏകീകൃതമായ രൂപമോ ഒരു നിശ്ചിത ക്രമമോ ഇല്ല എന്നത് തന്നെയാണ് അതിന്റെ കാരണം. കുട്ടികളും സ്ത്രീകളും ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നൊരു കാരണം കൊണ്ട് തന്നെ എതിർക്കപ്പെടേണ്ട ഒന്നാണ് കറുത്ത കുർബാന. വിശ്വാസം പലർക്കും പല രീതിയിലായിരിക്കാം. എന്നാൽ തിരുവോസ്തി എന്ന് വിളിക്കപ്പെടുന്ന ആ അപ്പത്തിൽ കർത്താവായ യേശു കുടിയിരിക്കുന്നു എങ്കിൽ സാത്താന് അതിനടുത്ത് വരുവാൻ കഴിയുമോ എന്നതും ഒരു ചോദ്യമാണ്. ഇത്തരം ദുരാചാരങ്ങൾ നടത്തി സ്വന്തം ശരീരത്തെ തന്നെ അപമാനിക്കാൻ യേശുക്രിസ്തു സാത്താന് അവസരം നൽകുമോ എന്ന സംശയവും ശക്തമാണ്.